കാസർഗോഡ് ബദിയടുക്കയിലാണ് മോഷണക്കേസ് ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി ഉയരുന്നത്. അടക്ക മോഷണക്കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചതായി ഏത്തടുക്ക സ്വദേശി അജിത് കുമാറാണ് പരാതി നൽകിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ പ്രതിയുമായി സാമ്യമുണ്ട് എന്നുള്ള പേരിൽ ബദിയടുക്ക പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മർദ്ദിച്ചതായിട്ടാണ് പരാതി. കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ പിന്നീട് പിടിയിലാവുകയും ചെയ്തു. ഒരു കളവ് കേസിൻ്റെ ഇതിലായിട്ട് അവർ എന്നെ എൻക്വയറി ആക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഏതോ ഒരു CCTV ഫുട്ടേജിൽ എന്നെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ നാട്ടുകാരോടെല്ലാം കാണിക്കുമ്പോൾ അത് എൻ്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവർ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കേസിൽ എന്ന് പറഞ്ഞിട്ട് അവർ കോളർ പിടിച്ചിട്ട് അടിച്ചിട്ട് എന്നെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, കട്ടവനെ കിട്ടിയില്ല എങ്കിൽ കിട്ടിയവനെ പൂട്ടുക എന്നുള്ള നിലപാട്. കാക്കിക്കുള്ളിലെ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും വിലസുന്നുണ്ട്. പോലീസ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരനുണ്ടായിട്ടുള്ള മാനസിക പ്രയാസം, ശാരീരിക ബുദ്ധിമുട്ട്, അതായത് അയാളുടെ മേൽ കുറ്റം ആരോപിച്ച് അത് തല്ലി സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് യഥാർത്ഥ പ്രതികൾ പിടിയിലാവുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരനുണ്ടായ മാനനഷ്ടത്തിന് ആര് സമാധാനം പറയുമായിരുന്നു? ആഷിഹാസ്, ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ഏത്തടുക്ക സ്വദേശിയായിട്ടുള്ള അജിത് കുമാറിനെ ബദിയടുക്ക പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. ഏത്തടുക്ക തന്നെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ അടക്ക ഗോഡൌണിൽ നിന്ന് അടക്ക മോഷണം പോയിരുന്നു. അവിടെ നിന്ന് പോലീസ് ശേഖരിച്ച CCTV ദൃശ്യത്തിലുള്ള പ്രതിയുമായി അജിത് കുമാറിന് രൂപസാദൃശ്യമുണ്ടായി. ഇത് പറഞ്ഞുകൊണ്ടാണ് പോലീസ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയെന്നാണ് അജിത്ത് പറയുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് പിന്നാലെയാണ് ഈ ഉടുതുണി അഴിപ്പിച്ച് അവിടെ വെച്ച് മർദ്ദിച്ചതെന്നാണ് അജിത് കുമാർ പറയുന്നത്. ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ ഈ കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായി എന്നതാണ് ഈ അജിത് കുമാറിന്റെ പരാതിയിൽ പറയുന്നത്. ഇതിൽ പോലീസിന്റെ വിശദീകരണം, ഇത്തരത്തിൽ ഒരു CCTV ദൃശ്യം ലഭിച്ചു. അതിൽ ഈ പ്രതിയോട് രൂപസാദൃശ്യമുള്ള ആളാണ് അജിത് കുമാർ. അങ്ങനെ സംശയം തോന്നിയതുകൊണ്ടാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഒരു പ്രാഥമികമായി ചോദ്യം ചെയ്തു. പിന്നീട് അന്ന് രാത്രി തന്നെ അജിത് കുമാറിനെ വിട്ടയച്ചു. മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നതാണ് പോലീസ് അതിൽ വിശദീകരിക്കുന്നത്. എന്തായാലും ഒരു സംശയത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ബലം പ്രയോഗിച്ച് എന്തിനാണ് അജിത്തിനെ എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിനപ്പുറം അവിടെ മർദ്ദനമുണ്ട്. അജിത് പറയുന്നത് പോലെയുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേറെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പോലീസിന്റെ വിശദീകരണം മർദ്ദിച്ചിട്ടില്ല എന്നതാണ് അജിത്ത് ഉറപ്പിച്ചു പറയുന്നു. സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് അജിത്ത് വ്യക്തമാക്കുന്നത്. ശരി അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമൂഹ്യദ്രോഹികളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ കാക്കിക്കുള്ള ഇത്തരത്തിലുള്ള ഗുണ്ടകളെ കൂടി അടിച്ചമർത്താനുള്ള ഉത്തരവാദിത്വവും ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്.